എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഫ്റ്റീരിയ, അതുപോലെ തന്നെ ഗ്രോസറികൾ, അവിടെയുള്ള ആളുകളെ പരിചയപ്പെടാമെന്ന് കരുതി അങ്ങനെ അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സഹിൽ ഫുഡ് സ്റ്റഫ് നോക്കാം, നമുക്ക് പരിചയപ്പെടാം ആരാളുള്ളത്. അസ്സലാമലൈക്കും. എന്താ അർബാബ വിശേഷം? അർബാബെന്ന് വിളിക്കാമല്ലോ അല്ലേ? ധൈര്യത്തോടെ വിളിക്കാമല്ലോ അല്ലേ? എന്തുണ്ട് വിശേഷം? പേര്? റമീസ്. റമീസ് എവിടെ? നാട്ടിൽ മാഷാഅല്ലാ, എൻ്റെ നാട്ടുകാരനാണല്ലോ. കണ്ണൂര് പ്രോപ്പർ കണ്ണൂർ ടൗണിൽ. എത്ര വർഷം ഇവിടെ? 1 ഇയർ. സ്വന്തം സ്ഥാപനമാണോ അതോ? സ്വന്തം സ്ഥാപനം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഉഷാറായിട്ട് പോകുന്നു. ഈ ഏരിയ ശരിക്കും അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയ. ആരാ കൂടുതൽ കസ്റ്റമേഴ്സ്? ബംഗ്ലാദേശ്. അതായത് എനിക്ക് തോന്നുന്നത് കൂടുതലും ലേബർ ക്യാമ്പ് ഏരിയ. ഈ വർക്ക് ദുബായ്, ഷാർജ ഒക്കെ ഉണ്ടാവുക. നൈറ്റ് സ്റ്റേ ഇവിടെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള. അതായത് എനിക്ക് വൈകുന്നേരങ്ങളിലാണ് കുറച്ചും കൂടി ആക്റ്റീവ് ആവുക. ആക്റ്റീവ് ആവുക. ഓക്കെ. പിന്നെ എങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. അൽഹംദുലില്ലാ. അതാണ് വേണ്ടതല്ലേ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനാണ് വേണ്ടത്. രാവിലെ എത്ര മണിക്ക് തുറക്കും? രാവിലെ 5:30 മണി തുറക്കും. രാത്രി 12 മണി വരെ മാക്സിമം. ഒറ്റക്കാണോ അതോ വേറെ? ഇല്ല, സ്റ്റാഫ് ഉണ്ട്, അവരെ റെസ്റ്റിന് വിട്ടു. ഈ സമയത്ത് റെസ്റ്റിന്റെ സമയമാണ്. ഞാൻ ഈ ടൈമിൽ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പരിചയപ്പെട്ടതിൽ സന്തോഷം, പ്രത്യേകിച്ച് നാട്ടുകാരനെ കണ്ടതിൽ അതിലേറെ സന്തോഷം. ഞാനൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ഞാനൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാർഡ് ഞാൻ തരാം. എവിടെയാണ്? ഒരു കുസൃതി ചോദ്യമാണ്. ഒരു 3 ക്ലൂ പറയാം ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി. ഓക്കെ, എത്ര കിട്ടുമോ നോക്കുക. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഒന്നാണ്. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഒന്നാണ്. നടുക്കൊരു 3 ഉണ്ട്. നടുക്കൊരു 3 ഉണ്ട്. ഒരാളെ 2 ആളാക്കലാണ് ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി. ഒന്നിനെ 2 ആക്കലാണ് ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി. എന്തായിരിക്കും? മോശം പരിപാടി. ഇപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു തന്നിട്ട് പറഞ്ഞ പോലെ. പിന്നെ അതെങ്ങനെ മനസ്സിലായി? പിന്നെ രണ്ടാമത് പറഞ്ഞല്ലോ, ഒരാളെ മുറിക്കലാന്ന് പരിപാടി. പിന്നെ എന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ആള്. ശരി, ഇതെല്ലാം കൊണ്ട് ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്നത് കാരണം പെട്ടെന്ന് പിടികിട്ടല്ലേ? മാഷാ അല്ലാ, മഷ്കൂർ. അപ്പം ഉത്തരം കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ സമ്മാനമായിട്ട് തരണ്ടേ? തരണല്ലോ, തീർച്ചയായും. കൺഗ്രാറ്റ്സ്, അവകാശമായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പർച്ചേസ് കാർഡ്. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഒരു സിപ്പപ്പ്. ഓക്കെ, ന്യൂ പ്രൊഡക്റ്റ് ആണ്. കുട്ടികളൊക്കെ ധൈര്യത്തോടെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്യൂർലി 100% നോ കളർ, നോ കെമിക്കൽ, നോ നാച്ചുറൽ ആയിട്ടുള്ള സാധനം. മാംഗോ ഫ്ലേവറിലൊന്ന്, ഗ്രേപ്പ്, അതുപോലെ തന്നെ പൈനാപ്പിൾ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പരിചയപ്പെട്ടതിൽ സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.